Welcome to Fatness Fest. Happiness is homemade. ഹായ് ഫ്രണ്ട്സ്, ഷവർമ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഞാൻ കുക്കുംബർ തൊലിയൊക്കെ കളഞ്ഞ് 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ചൂടാറി തണുത്ത വെള്ളവും ഒഴിച്ച് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ഹാഫ് ആൻ അവർ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തത് ഷവർമ ഫില്ലിങ്ങിലേക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മണിക്കൂറെങ്കിലും ഇത് മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 1 അവറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തത് ഷവർമയിലേക്ക് ഷവർമ സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വൈറ്റ് എള്ള് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. അടുത്തത് 2 ചെറിയ സൈസ് വലിപ്പമുള്ള ഗാർലിക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഒരു 1.5 ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷവർമ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷവർമ സോസ് നിർബന്ധമല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ മയോണൈസ് വെച്ചിട്ടും ഇത് യൂസ് ചെയ്യാം. അടുത്തത് ഷവർമയുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ആണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയുടെ പകുതി കഷ്ണം അത് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ബേബി ടൊമാറ്റോ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. വലിയ ടൊമാറ്റോ ആയാലും കുഴപ്പമൊന്നുമില്ല. അതും കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അടുത്തത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലീഫ് ചേർത്ത് കൊടുക്കണം. അത് ലെറ്റ്യൂസോ അല്ലെങ്കിൽ പാസിലയോ ഏതാ ലീഫ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ള് അതും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ പീസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷവർമ സോസ് അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്രത്തോളം ക്രീമി ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് ആവശ്യമനുസരിച്ച് സോസ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് സോസ് അത്ര ഇഷ്ടമല്ല അവർക്ക് അത് സോസിൻ്റെ അളവും കുറച്ച് ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഷവർമ സോസ് ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് ഇതിന് പകരം മയോണൈസും ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് മിക്സാക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്.
അടുത്തത് സാൻഡ്വിച്ച് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുബൂസ് എടുത്ത് വെക്കാം. കുബൂസ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് പിളർന്നു കൊടുക്കാം. മുഴുവനായിട്ടും പിളർന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി ഭാഗത്തോളം പിളർന്നു കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മയണൈസ് അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതുകൂടെ ഇട്ട് അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അത് വറുത്ത് വെച്ചത് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സാക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് മുകളിലായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി വീണ്ടും കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ഷവർമകളും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.